നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഒരു മുടിചൂടാ മന്നനായിട്ട് വിരാജിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ ഇടതുമുന്നണിക്കുണ്ടായ വമ്പിച്ച പരാജയം അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഒരു ചെറിയ ഇളക്കം തട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് പണ്ട് സിയാഉൽ ഹക്ക് പറഞ്ഞ ഒരു വാചകമുണ്ട് കേട്ടോ, ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ എന്ന് പറഞ്ഞാണ്. അതായത് പൂട്ടോയെ അന്ന് തൂക്കിക്കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ എല്ലാ നേതാക്കളെല്ലാം അഭ്യർത്ഥിച്ചു സിയാഉൽ ഹക്കിനോട്, കാരണം ഇത് ചെയ്യരുത്, പൂട്ടോ ഒരു പ്രധാനമന്ത്രിയായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സിയാഉൽ ഹക്ക് പറഞ്ഞ വാചകമാണ് ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ. ഇത് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. അവസാനം സിയാഉൽ ഹക്ക് തന്നെ മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് താഴെ വീണാൻ മരിച്ചത്. അത് വേറെ കാര്യം, വിമാനത്തിനകത്ത് സ്ഫോടനം ഉണ്ടായാണല്ലോ കൊല്ലപ്പെടുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എത്ര ഉയരത്തിൽ പോയാലും ഉയരത്തിൽ പോകും തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഒരുപാട് ഉയർന്ന് പറക്കാതിരിക്കട്ടെ, അതല്ല നല്ല വേണ്ടത്. അദ്ദേഹം ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ പരാജയത്തിന് ശേഷം ഉണ്ടല്ലോ, ഇന്ന് ഈ ഞാഞ്ഞൂലുകളുടെ തലവെക്കും എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഗ്രഹണ സമയത്ത് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രഹണ സമയത്ത് ഒരുപാട് പേരിപ്പോൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരുപാട് ജില്ലാ കമ്മിറ്റികളിലും എല്ലാം മുമ്പൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ കേന്ദ്ര കമ്മിറ്റി പോലും അദ്ദേഹത്തിനെതിരെ ഒരു വലിയ വിമർശനങ്ങളാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും പേർക്കുള്ള അഴിമതി ആരോപണങ്ങളെന്ന് പറയുന്നത് ഈ പാർട്ടിയെ തന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് പിന്നോട്ട് വലിച്ചതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. അന്ന് അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. അദ്ദേഹം അത് തിരിച്ചറിയണമായിരുന്നു. അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണെന്നങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ ശുദ്ധമാവുന്നവരൊന്നും മാറി നിൽക്കാമായിരുന്നു. അതിനുള്ള തൻ്റെ ഇടവും ധൈര്യവും അദ്ദേഹം കാണിച്ചില്ല. മാത്രമല്ല, ഇപ്പം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ പേർക്ക് അന്ന് നേരത്തെ ആരോപണങ്ങൾ വന്നപ്പോൾ കോടിയേരി പറഞ്ഞ കാര്യമുണ്ട്, അതെൻ്റെ മക്കളുടെ ഈ ബിസിനസ്, അതുമായിട്ടും ഞാൻ ബന്ധപ്പെടാറില്ല. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് പാർട്ടിയുടെ കാര്യമല്ല, അത് അവർ നോക്കിക്കോണം, എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു. അത് ശരിയാണ്, കറക്റ്റാണ്. എനിക്കതുമായിട്ട് യാതൊരു കാര്യമില്ല എന്ന് കോടിയേരി പറയാൻ ധൈര്യം കാണിച്ച ഒരു നേതാവാണ് കോടിയേരി. ഇന്ന് കോടിയേരി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതാ കാര്യം. അടുത്ത ഒരു നേതാവെന്ന് പറയാൻ ആരെയാന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്കറിഞ്ഞൂടാ. ആ രീതിയിലായിപ്പോയി. ഏതായാലും അദ്ദേഹത്തിൻ്റെ മകളുടെ എന്തെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. അതിന് ശരിയായ അന്വേഷണം നടക്കണം. അതിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല, ഞാനുമായിട്ടും ആ കാര്യത്തിൽ ഒരു ബന്ധമില്ല, എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ മകളുടെ ബിസിനസ്സും അത് വേറെയാണ് എന്നുള്ള ഒന്ന് പറയാൻ ഇന്ന് വരെ മുഖ്യമന്ത്രി ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് പറ്റിയ പ്രശ്നം. ഇനി പോയിക്കോട്ടെ, ഒരു മേയറും ഭർത്താവും കൂടെ റോഡിൽ കാട്ടിക്കൂട്ടി വൃത്തികേടുകൾ ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ. അവരുടെ പേർക്കൊരു നടപടിയെടുക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനകത്ത് ആ MLA എന്ന് പറയുന്ന ആൾ പോലും എന്തുമാത്രം വല്ലാത്ത ഒരു പ്രകടനം നടത്തിയേ. ആ പാർട്ടി വിമർശനം ഉണ്ടായത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതായത് അതിലെ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, അതിനകത്ത് ആ ബസ്സിൽ നിന്ന് അത് കിട്ടിയിരുന്നെങ്കിൽ അതോടുകൂടി ഇത് ഒതുങ്ങിപ്പോയി, പാർട്ടി തന്നെ ഒതുങ്ങിപ്പോയേനെന്നാണ് അവർ പറഞ്ഞത്. ശരിയാണ്. ഇതുപോലുള്ള പ്രകടനങ്ങൾ തെരുവിൽ ഗുണ്ടകൾക്ക് നടത്താൻ പറ്റും, ഇവർക്ക് നടത്താൻ പറ്റുമോ? ഒന്ന് MLA ആണ്, ഒന്നൊരു മേയറാണ്. ആ പക്വതയില്ലാത്ത പെരുമാറ്റം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് വളരെ വളരെ മോശമായ പ്രകടനമാണ് ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവരെ ഒരുപാട് പിറകിലേക്ക് പിന്നോട്ട് ഒലച്ചു എന്നുള്ളത് മാത്രമല്ല, കാണുന്നിടത്തൊക്കെ ബോംബ് പൊട്ടുമല്ലേ. എന്നിട്ട് ബോംബ് പൊട്ടുന്നവർക്ക് ബോംബ് വെട്ടി കൊലപ്പെടുന്നവർ ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്യുക, ബോംബ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടി മരിക്കുന്നവരെ, ഈ ബോംബ് ഉണ്ടാക്കുന്ന ആരെയും കന്നാലിയെ കൊല്ലാനോ പന്നിപ്പടക്കമായിട്ടോ ഉണ്ടാക്കുന്നതോ അല്ലെ കടുവയെ കൊല്ലാനോ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. മനുഷ്യനെ എറിഞ്ഞു കൊല്ലാനല്ലേ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ സാധനം ഉണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ഇത് പൊട്ടി മരിക്കുകയാണെങ്കിൽ അവർക്ക് സ്മാരകങ്ങൾ പണിയണം. ആ കാഴ്ചപ്പാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞല്ലോ, ഇത് എനിക്ക് ഇവിടെ ഇനി ജീവിക്കാൻ വയ്യ, മാർഗമില്ല, എന്ന് കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ, പറഞ്ഞാൽ ഭയന്ന് കഴിയുകയാണ്. ആ ഈ രീതിയിൽ ഉള്ള പറയാനുള്ള കാര്യം വരെ ഇപ്പോൾ കാണിച്ചു. പല ആളുകളും തുറന്ന് ഇപ്പോൾ വിമർശനം ഉണ്ടായല്ലോ, അതായത് ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ അവിടെ ചർച്ചാ വിഷയമായി. ഇതാണ് കാര്യം. അതായത് ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയേണ്ടത് അദ്ദേഹം അല്ല പാർട്ടി, പാർട്ടിയുടെ ഒരു അംഗമാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം ഒന്ന് തിരിച്ചറിയണം. അതാണ് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇവിടെ ഇവർ ഗുണ്ടകളായിട്ട് കൊണ്ടു നടന്ന ആളുകളും അതേപോലെ തന്നെ ഇവർക്ക് ഓശാന പാടാൻ കൊണ്ടു നടന്ന സൈബർ സഖാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഒരു പരുവം കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ട് അവരിപ്പോൾ പിന്നോക്കം പോയിട്ടുണ്ട്. ബോധമുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. കാരണം അവരിതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരിതിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. അവരിനി മുമ്പോട്ട് ഇതിനോടൊപ്പം നടക്കാൻ തയ്യാറല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ന് അവർ ഏതാണ്ട് വെട്ടിത്തുറന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. സൈബർ സഹാക്കൾ ആ രീതി മാറി. ഇവരെ വളർത്തിയെടുത്തത് ആരാണ്? ഇങ്ങനെ വളർത്തുമ്പോൾ ആലോചിക്കണം, നമ്മൾ കൊയ്യും നമ്മൾ എന്താ കൃഷി ചെയ്യുന്ന വയലെല്ലാം നമ്മൾ കൊയ്യും വൈങ്കിളി എന്ന് പാടുന്നത് പോലെ ഇവരെ വളർത്തിയെടുക്കുമ്പോൾ ആലോചിക്കണം, ഞങ്ങൾ ഇതേപോലെ വളർത്തിയവർ അവസാനം ഞങ്ങളെ കൊയ്യാൻ വരും എന്നുള്ളതൊന്ന് ആലോചിക്കണം.